ബഷീർ ബഷിയും കുടുംബവും ആരാധകരുടെ ഫാമിലി വ്ളോഗേഴ്സാണ്. യൂട്യൂബ് ചാനലുകളിലൂടെ അധികമായി എല്ലാവരും കണ്ടുവരുന്ന മുഖം. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദുഃഖം പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. തൻ്റെ മകനുമായി എബ്രാനുണ്ടായ ദുരനുഭവം പങ്കുവച്ചിരിക്കുകയാണ് താരം. ബന്ധുവീട്ടിൽ വെച്ച് മകൻ്റെ 4 പവൻ സ്വർണം മോഷണം പോയെന്നും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു മോഷണമാണെന്നാണ് മഷൂറയും സുഹാനയും പറയുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയതല്ല, ഒരു വിഷമത്തിൻ്റെയും ടെൻഷൻ്റെയും ഇടയിൽ വ്ലോഗ് ചെയ്തില്ല എന്നതായിരുന്നു. ഇന്നാണ് ഞങ്ങൾ ഓക്കെ ആയത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം തുറന്നു പറയുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ വിവാഹമുണ്ടായിരുന്നുവെന്നും അതിനുവേണ്ടി പോവുകയായിരുന്നു. ആ സമയത്ത് എബ്രു ഉറങ്ങി. ആയതിനാൽ ആ വീട്ടിലെ മുറിയിൽ കിടത്തി. ആ ഫംഗ്ഷനിൽ കുറേ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അവനെയും എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അധികമൊന്നും ശ്രദ്ധിച്ചില്ല. കൈ നീളമുള്ളതായിരുന്നു. പിന്നീട് ഡ്രസ്സ് ഊരിയപ്പോഴാണ് കയ്യിലെ സ്വർണം കാണാതെയായത്. വളരെയധികം വിഷമമായി. ഡ്രസ്സിൽ ഉണ്ടാകുമെന്നും കരുതി, പക്ഷേ ഡ്രസ്സിലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് സ്വർണം മോഷണം പോയെന്ന്. ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചത് ആരാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നാണം കെട്ടവരല്ലാതെ അത് ആരും ചെയ്യില്ല. ഞങ്ങൾക്ക് ചിലവരെ സംശയമുണ്ടെന്നാണ് മഷുവും സുഹാനയും പറയുന്നത്. സ്വർണം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഞങ്ങളുടെ, പക്ഷേ ഉറങ്ങിക്കിടന്ന ഒരു പൈതലിൻ്റെ കയ്യിൽ നിന്നുമാണ് ഇത് കട്ടെടുത്തത്. എന്തായാലും കേസുമായി ഞങ്ങൾ മുന്നോട്ടാണ്. അവൻ്റെ കാലിയായ കൈ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം സങ്കടം വന്നു. പിന്നീട് ബഷീർ അവന് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊടുത്തു. കുഞ്ഞിനെ മഷൂറ എവിടെയും പോകുമ്പോൾ കിടത്തുകയില്ല, കാരണം അവൾക്കത് ഭയമായിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മഷൂറ മകനെ കെടുത്തി തുടങ്ങിയത്. പക്ഷേ ഇതാരോ വെൽ പ്ലാൻഡായി നടന്ന മോഷണമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയതാണ്. അത് എടുത്തവർക്ക് അതിനുള്ളത് തിരിച്ച് കിട്ടാതിരിക്കില്ല എന്ന് സുഹാനയും പറയുന്നു.